പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ AEWന്റെ ഫോർബിഡൻ ഡോർ എന്ന് പറയുന്ന പേപ്പർ വ്യൂവിനെ സംബന്ധിച്ചാണ്. തീ പാറുന്ന ഷോ ആയിരുന്നു ഫോർബിഡൻ ഡോറിലൂടെ AEW പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. AEWന്റെ പേപ്പർ വ്യൂവിൻ്റെ ഒരു ക്വാളിറ്റി ലെവലുണ്ട്, അത് ഒട്ടും താഴത്തേക്ക് പോകുന്നത് 2026 ഇതിന് മുൻപത്തെ വർഷങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഓരോ പേപ്പർ വ്യൂ കഴിയുമ്പോഴും അവരുടെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെക്കും. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു പേപ്പർ വ്യൂ കൊണ്ടുവരിക. സാധാരണ AEW പേപ്പർ വ്യൂകളിൽ മാച്ചിൻ്റെ ക്വാളിറ്റിക്കും സ്റ്റോറി ലൈനിന് കുറച്ച് പ്രാധാന്യം മാത്രമേ കൊടുക്കാറുള്ളൂ. എന്നാൽ ഫോർബിഡൻ ഡോറിൽ അവർ മാച്ചിൻ്റെ ക്വാളിറ്റിയുടെ ഒപ്പം തന്നെ സ്റ്റോറി ലൈനും വലിയ പ്രാധാന്യം കൊടുക്കുന്നതായി കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് റെസ്ലേഴ്സിൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവർ മത്സരങ്ങളെ ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന പോയിൻറ്റ്സ് അത് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അത് കൃത്യമായിട്ടുള്ളൊരു മാച്ച് ഓർഡറിലൊന്നും ആയിരിക്കില്ല ഞാൻ പങ്കുവെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ AEW ഷോസിൻ്റെ ഫോട്ടോസോ വീഡിയോസോ WWE ഷോസിൻ്റെ പോലെ പെട്ടെന്ന് അവൈലബിൾ ആകില്ല. കാരണം അത് ഇടുന്നവരുടെ അല്ലെങ്കിൽ പങ്കുവെക്കുന്നവരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ലഭിക്കാനുള്ള ഒരു ലഭ്യത കുറവുണ്ട്. ഇനി കിട്ടുന്ന വീഡിയോസ് തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചാൽ അത് കോപ്പിറൈറ്റ് മൂലം നമ്മുടെ ചാനലിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഫോട്ടോസിൽ മാത്രം ഈ ഒരു റിവ്യൂ ഒതുക്കുന്നത്. വീഡിയോസ് പങ്കുവെക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ യൂട്യൂബ് വയലേഷൻ അത് ആയതുകൊണ്ടാണ് ഞാൻ പങ്കുവെക്കാത്തത്. ഇനി അതിൽ ആദ്യത്തേത് നമുക്ക് എടുത്തു പറയാനുള്ളത് കെന്നി ഒമേഗ വേഴ്സസ് സാക്ക് സാബ്രെ ജൂനിയർ തമ്മിലുള്ള മത്സരമാണ്. ഒരു പേപ്പർ വ്യൂവിൻ്റെ ഒക്കെ മെയിൻ ഇവൻറ്റിൽ വെക്കാൻ സാധിക്കുന്ന നിസ്സംശയം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് റെസ്ലറാണെന്ന് പറയാൻ സാധിക്കുന്ന രണ്ട് പേർ തമ്മിൽ ഏറ്റുമുട്ടിയ ഗംഭീരമായിട്ടുള്ളൊരു മത്സരം. കെന്നി ഒമേഗ എന്ന് പറയുന്ന റെസ്ലറിനെ നമുക്ക് അറിയാം. എതിരാളി ആരായാലും കെന്നി ഒമേഗയുടെ ഒരു മാച്ചിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, അത് അദ്ദേഹം ഒരിക്കലും വിട്ടുകൊടുക്കില്ല. സാക്ക് സാബ്രെ ജൂനിയർ എന്ന് പറയുന്നത് നിലവിൽ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ടെക്നിക്കൽ റെസ്ലറാണ്. സബ്മിഷൻ ഇട്ട് എതിരാളിയെ ഏത് തരത്തിൽ വേണമെങ്കിലും പരാജയപ്പെടുത്താൻ സാധിക്കുന്ന അപൂർവം ചില താരങ്ങളിൽ ഒരാളാണ്. അപ്പോൾ ഈ രണ്ട് റെസ്ലേഴ്സ് തമ്മിലുള്ള ഒരു ഡ്രീം മാച്ച് അത് എക്സ്പെക്റ്റേഷൻ വളരെ അധികമുണ്ടായിരുന്നു. ഈ എക്സ്പെക്റ്റേഷൻ ഒരിക്കലും താഴ്ത്താത്ത രീതിയിലുള്ള ഒരു മാച്ച് ക്വാളിറ്റി നമുക്കിവിടെ പറയാൻ സാധിക്കും. ഈ ഒരു ഫോർബിഡൻ ഡോറിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മത്സരവും കെന്നി ഒമേഗ വേഴ്സസ് സാക്ക് സാബ്രെ ജൂനിയർ തമ്മിലുള്ള മത്സരം തന്നെയാണ്. കെന്നി ഒമേഗ വിജയം കരസ്ഥമാക്കുന്നതാണ് നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ അപ്ഡേറ്റ് AEW വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. WWE ഹോൾ ഓഫ് ഫെയിമറായ എഡ്ജ്, AEWയിൽ ആദം കോപ്ലാൻഡ് എന്ന റിംഗ് നെയിമിൽ അറിയപ്പെടുന്ന താരവും ക്രിസ്റ്റ്യൻ കേജ് എന്ന് പറയുന്ന നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരുടെ ടീം ദ ഡോഗ്സ് എന്ന ടീമിലെ ഡേവിഡ് ഫിൻലി, ക്ലാക്ക് കോണേഴ്സ് തുടങ്ങിയവർക്ക് എതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഒരു സമയത്ത് ഇത് ഒരു WWE സ്റ്റൈൽ ടാഗ് ടീം മത്സരമാണ് എന്ന് നമ്മളെ തോന്നിപ്പിച്ചു. പക്ഷേ മത്സരത്തിൻ്റെ ഒരു എൻഡിങ് ഭാഗത്തിലേക്ക് എത്തുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ്, അതായത് ഒരു 5-8 മിനിറ്റ് കത്തിച്ച് നിർത്തിയ ഒരു ടാഗ് ടീം മത്സരം തന്നെയായിരുന്നു. മത്സരത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറി, ഈ റഫറി അൺകോൺഷ്യസ് ആകുന്ന ഒരു സമയത്ത് ഡേവിഡ് ഫിൻലിയുടെ കൈവശമുണ്ടായിരുന്ന വെപ്പൺ എടുത്തുകൊണ്ട് ക്രിസ്റ്റ്യൻ കേജിനെ അടിക്കുന്നു. ആദം കോപ്ലാൻഡിനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആകുന്നു. ദ ഗൺസ് എന്ന് പറയുന്ന ഫാക്ഷനിലെ മെമ്പേഴ്സ് ആ എൻട്രൻസ് സ്റ്റേജിൽ വന്നിട്ട് അവരുടെ സിഗ്നേച്ചർ പോസ് കാണിക്കുന്നു. ലൈറ്റ് ഓൺ ആകുന്ന ഒരു സമയത്ത് ഒരു വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ജെ വൈറ്റിൻ്റെ റിട്ടേണിൻ്റെ ഭാഗമായി ജെ വൈറ്റ് റിങ്ങിൽ നിൽക്കുന്നു. ഡേവിഡ് ഫിൻലിയെ സബ്മിഷൻ അടിച്ച് ആക്രമിക്കുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ആദം കോപ്ലാൻഡിൻ്റെ ടീം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് റീടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ജെ വൈറ്റ് ആ ഒരു ടൈറ്റിൽ ഈ ആദം കോപ്ലാൻഡിന് വെച്ച് കൊടുക്കുന്നു. ക്രിസ്റ്റ്യൻ കേജുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു വാക്ക് തർക്കം വരുന്നുണ്ടെങ്കിലും ജെ വൈറ്റ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫാക്ഷനിലെ മെമ്പേഴ്സായ ദ ഗൺസുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും കാണിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു മത്സരവും ജെ വൈറ്റിൻ്റെ റിട്ടേണും നമുക്ക് ഫോർബിഡൻ ഡോറിൽ കാണാൻ സാധിച്ചു. മൂന്നാമതായി നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ജോൺ മോക്സ്ലി വേഴ്സസ് ബാൻഡിഡോ തമ്മിലുള്ള മത്സരമാണ്. AEW കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ജോൺ മോക്സ്ലി ഈ ടൈറ്റിൽ ബാൻഡിഡോ എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കോണ്ടിനെൻ്റൽ ക്ലാസിക് ടൂർണമെൻറ്റിൻ്റെ ഒരു റൂൾസ് ഉണ്ട്. ഈ ടൂർണമെൻറ്റിലൊക്കെ റെസ്ലേഴ്സിൻ്റെ കൂടെ മറ്റാരും വരാൻ പാടില്ല എന്നുള്ളൊരു റൂള് അത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിനും ഉണ്ടായിരുന്നു. മത്സരം ഗംഭീരമായിരുന്നു. പറഞ്ഞു പോയിട്ടുള്ള ഒരു സ്റ്റോറി, ജോൺ മോക്സ്ലി ഈ ഒരു മത്സരത്തിൽ തുടക്കം മുതൽ അവസാനിക്കുന്നത് വരെ ഒരു വില്ലനെ പോലെയാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ബാൻഡിഡോയുടെ മാസ്ക് ഊരുന്നതും ബാൻഡിഡോയുടെ മുഖത്തേക്ക് കടിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളിലൂടെയാണ്, വളരെ ബ്രൂട്ടലായിട്ടുള്ള രംഗങ്ങളിലൂടെയാണ് ജോൺ മോക്സ്ലി മത്സരം മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. ഒരു സമയത്ത് ബാൻഡിഡോ വിജയിച്ചു എന്ന് വരെ നമുക്ക് തോന്നി. പക്ഷേ ജോൺ മോക്സ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ്, അതും സബ്മിഷനിലൂടെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം ഈ ബാൻഡിഡോ എന്ന് പറയുന്ന റെസ്ലറിനെ ജോൺ മോക്സ്ലി കൈ കൊടുക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അദ്ദേഹം മത്സരത്തിൽ മാത്രമായിരുന്നു വില്ലൻ. തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം ഫേസ് തന്നെയായിരിക്കും എന്നുള്ളത് കാണിച്ചു തരുന്നതായിട്ടും ഈ മത്സരത്തിൽ കാണാൻ സാധിക്കുകയുണ്ടായി.
പിന്നീട് നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു മത്സരം IWGP ഗ്ലോബൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്ന നിലവിലെ ചാമ്പ്യനായ ഷോട്ടോ ഇമിനോ ഡെത്ത് റൈഡേഴ്സ് എന്ന ഫാക്ഷനിലെ അംഗമായ പാക്ക് എന്ന റെസ്ലറിനെതിരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ മത്സരം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ആരുടെയും ഒരു ഇൻ്റർഫിയറൻസോ മറ്റോ ഒന്നും ഇല്ലാതെ പാക്കിനെ പിൻഫോളിലൂടെ തന്നെ ഷോട്ടോ ഇമിനോ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ജോൺ മോക്സ്ലി ഷോട്ടോ ഇമിനോയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണോ വന്നു നിൽക്കുന്നത് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചു. അവിടേക്ക് ഹിരോഷി ടനഹാഷി എന്ന് പറയുന്ന ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലെ എക്കാലത്തെയും മികച്ച താരം, നിലവിൽ അവരുടെ പ്രസിഡന്റിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടായിരുന്നു. ജോൺ മോക്സ്ലി കൂടാതെ ഡെത്ത് റൈഡേഴ്സ് അവിടെ വിട്ട് പോകുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. അഞ്ചാമത്തേത് AEW വുമൻസ് ചാമ്പ്യനായ ടാക്ല എന്ന് പറയുന്ന റെസ്ലർ സ്റ്റാർലൈറ്റ് കിഡ് എന്ന് പറയുന്ന സ്റ്റാർഡം എന്ന് പറയുന്ന ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ ടാക്ല എന്ന് പറയുന്ന റെസ്ലർ സ്റ്റാർഡം എന്ന് പറയുന്ന കമ്പനിയിലെ ടോപ്പ് റെസ്ലർ ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഫയർ ചെയ്യപ്പെട്ടതിന് ശേഷമാണ് AEWയിലേക്ക് ടാക്ല എത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോറി പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് സ്റ്റാർഡം എന്ന് പറയുന്ന കമ്പനി ആരെ കൊണ്ടുവന്നാലും ആ റെസ്ലറിനെ അപമാനിച്ചുകൊണ്ട് ആ കമ്പനിയെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ടാക്ല പെരുമാറും എന്നുള്ളതാണ്. അപ്പോൾ മത്സരം തുടങ്ങുന്ന ഒരു സമയത്ത് സ്റ്റാർഡം ഈ കമ്പനിയുടെ ഡയറക്ടർ, അവിടുത്തെ ഒരു ചെയർമാൻ പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെയും ടാക്ല ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, കോളറിലൊക്കെ പിടിക്കുന്നുണ്ട്. മത്സരത്തിനിടയിലും അതേ രീതിയിൽ പെരുമാറുന്നുണ്ട്. സബ്മിഷനിലൂടെ തന്നെ സ്റ്റാർലൈറ്റ് കിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടാക്ല ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഈ മാസ്ക് ഇട്ട് വന്നിട്ടുള്ള സ്റ്റാർലൈറ്റ് കിഡ് എന്ന് പറയുന്ന റെസ്ലറിനെ അപമാനിക്കുന്ന രീതിയിൽ ആ മാസ്ക് ഊരിയിട്ട് ടാക്ല കൈവശം വെക്കുന്നു. എന്നിട്ട് ഈ സ്റ്റാർഡം ചെയർമാൻ്റെ അടുത്തേക്ക് പോയിട്ട് അതുപയോഗിച്ച് ആക്രമിക്കുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റും കാണിച്ചു. അപ്പോൾ സ്റ്റാർഡം എന്ന് പറയുന്ന കമ്പനിയോടുള്ള തൻ്റെ വൈരാഗ്യം അത് ജസ്റ്റ് ബിസിനസ് മാത്രമല്ല, അത് വ്യക്തിപരമാണ് എന്നുള്ള രീതിയിലും സ്റ്റോറി പറഞ്ഞു പോകാനാണ് അവിടെ ടാക്ല എന്ന് പറയുന്ന റെസ്ലറിനെ ഉപയോഗിച്ചുകൊണ്ട് AEW നടത്തിയിട്ടുള്ളത്. ആറാമത്തെ ഒരു അപ്ഡേറ്റ്, AEW റെസ്ലിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടി വലിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ ഇതുവരെ സ്ക്വയർഡ് സർക്കിളായിട്ടുള്ള സ്റ്റീൽ കേജുകൾ മാത്രമാണ് എല്ലാ റെസ്ലിംഗ് കമ്പനികളിലും കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു റൗണ്ടഡ് സർക്കിളായിട്ടുള്ള ഒരു സ്റ്റീൽ കേജ് മത്സരം നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നു. AEW അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. റെസ്ലേഴ്സിന് നല്ലതുപോലെ സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫർണിച്ചർ, അതിപ്പോൾ ടേബിൾ ആയാലും മറ്റ് ഫർണിച്ചറുകളായാലും അത് കൃത്യമായി വെക്കാനും മൂവ്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അതെന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു നമ്മൾ ഇതുവരെ കാണാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല, ഗംഭീരമായിട്ടുള്ളൊരു തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ റൗണ്ടർ സർക്കിൾ മാക്സിമം AEW ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം AEWയിൽ ഒരു മൾട്ടിമാൻ ടാഗ് ടീം മത്സരം, അത് നോർമൽ മത്സരമായാലും മറ്റ് ഒരു ഹാർഡ് കോർ ലെവലിലുള്ള മത്സരമായാലും അത് AEW പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എഫേർട്ട് എത്രത്തോളമാണ്, ഈ മത്സരത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടേക്കാണ് എന്നുള്ളത് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ മത്സരവും ഒരു പീക്ക് ലെവൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 12 പേഴ്സൺ ടാഗ് ടീം മത്സരമാണ് കാണാൻ സാധിച്ചത്. ടീം ഡോൺ കാലിസ്, അതായത് MJF നേതൃത്വം കൊടുക്കുന്ന ടീം ഡോൺ കാലിസ്, അതുപോലെ തന്നെ ജെ ബ്രിസ്കോയുടെ ടീം, ഇങ്ങനെയായിരുന്നു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിലുപരി ഇതിൽ പറഞ്ഞു പോയിട്ടുള്ള ഏറ്റവും വലിയൊരു സ്റ്റോറി ഈ MJFിൻ്റെ ടീമിലെ തന്നെ MJFിൻ്റെ പാർട്ണറായിരുന്ന ആൻഡ്രാഡെ, അദ്ദേഹം ഡൈനാമിറ്റ് എപ്പിസോഡിലും കൊളീഷൻ എപ്പിസോഡിലും MJFിൻ്റെ തീരുമാനങ്ങൾക്ക് എതിരെ നിന്നിരുന്നു. അപ്പോൾ ഇതേ ആൻഡ്രാഡെ തന്നെ MJFിനെ അടിക്കുന്നു. ഈ അവസരം ജെ ബ്രിസ്കോ മുതലെടുത്തുകൊണ്ട് ജാക്ക് ഡോയിൽ എന്ന് പറയുന്ന റെസ്ലറിനെ പിൻ ചെയ്തിട്ട് ഈ ടാഗ് ടീം മത്സരത്തിൽ വിജയിക്കുന്നു. അങ്ങനെ ഈ വരുന്ന ഡൈനാമിറ്റി എപ്പിസോഡിലേക്ക് ഈ ജെ ബ്രിസ്കോ എന്ന് പറയുന്ന റെസ്ലർക്ക് MJFിൻ്റെ കൈവശമുള്ള AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു. അപ്പോൾ ഒരേ സമയത്ത് ആൻഡ്രാഡെ MJFിനെതിരെ തിരിയുന്നു, ജെ ബ്രിസ്കോക്ക് ഒരു ടൈറ്റിൽ ഷോട്ട് കിട്ടുന്നു. അപ്പോൾ ഒന്നിലധികം റെസ്ലേഴ്സ് ഈ MJFിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് എതിരാളികളായിട്ട് കയറി വരുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറിയായിരുന്നു ഈ ഒരു സ്റ്റീൽ കേജ് മത്സരത്തിൽ പറഞ്ഞു പോയത്. അതുമാത്രമല്ല ലിയോ റഷിൻ്റെയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കെമിയോ ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു. അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, സർപ്രൈസ് ആയിരുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റീൽ കേജ് ടാഗ് ടീം മത്സരം, ഈ റൗണ്ടർ സർക്കിളായിട്ടുള്ള സ്റ്റീൽ കേജ് ടാഗ് ടീം മത്സരങ്ങൾ ഇത്തരത്തിൽ പേപ്പർ വ്യൂകളിൽ ഇനിയും AEW ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ ആരാധകരും ഇപ്പോൾ ഈ ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള ആരാധകരാണെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള ആരാധകരാണെങ്കിലും എല്ലാവരും പോസിറ്റീവായിട്ട് മാത്രമാണ് ഈ ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയ സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസരമായി പങ്കുവെക്കുന്നത് ഓവൻ ഹാർട്ട് കപ്പ് ടൂർണമെൻറ്റ് ഫൈനൽ മത്സരങ്ങളെ സംബന്ധിച്ചാണ്. വുമൻസ് ഓവൻ ഹാർട്ട് കപ്പ് ടൂർണമെൻറ്റ് ഫൈനലിൽ മുൻ
കപ്പ് വിന്നറായ മെഴ്സിഡീസ് മോനെ WWE സാഷ ബാങ്ക്സ് എന്ന് അറിയപ്പെട്ടിരുന്ന താരം മായ എന്ന് പറയുന്ന യുവ താരത്തിനെതിരെയാണ് ഫൈനലിൽ ഏറ്റുമുട്ടിയത്. നല്ല പ്രകടനം മായ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. മായ വിജയിക്കുമെന്ന് തോന്നിപ്പിച്ചു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത്തെ തവണയും മെഴ്സിഡീസ് മോനെ ഈ ഒരു ടൂർണമെൻറ്റ് വിജയിച്ച് ഓൾ ഇൻ എന്ന് പറയുന്ന നെക്സ്റ്റ് ഓഗസ്റ്റ് മാസത്തിൽ നടക്കാൻ പോകുന്ന ബിഗ് പേപ്പർ വ്യൂയിലേക്കുള്ള ടൈറ്റിൽ ഷോട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. ടക്ല എന്ന് പറയുന്ന വുമൻസ് ചാമ്പ്യനെതിരെയായിരിക്കും മെഴ്സിഡീസ് മോനെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. മായ എന്ന് പറയുന്ന റെസ്ലർ AEW വുമൻസ് ഡിവിഷനെ സംബന്ധിച്ച് ഇനി അവരുടെ ഭാവി താരങ്ങളിൽ ഒരാളാണെന്ന് നമുക്കിപ്പോൾ തന്നെ പറയാൻ സാധിക്കും. ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. യുവ താരമാണ്. ഇനി മെയിൻ ഈവൻറ്റിൽ ഫോർബിഡൻ ഡോറിൽ നമുക്ക് കാണാൻ സാധിച്ചത് മെൻസ് ഓവൻ ഹാർട്ട് കപ്പ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരമാണ്. വിൽ ഓസ്പ്രേ എന്ന നിലവിൽ ലോകത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു റെസ്ലിംഗ് മത്സരങ്ങൾ കളിക്കുന്ന ഒരു താരം, കുറേയധികം 5 സ്റ്റാർ മാച്ചസ് കിട്ടിയിട്ടുള്ള താരം. അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ട് വരുന്നത് സെർവ് സ്ട്രിക്ലാൻഡ് എന്ന് പറയുന്ന റെസ്ലറാണ്. AEW ഒരു ടോപ്പ് ലെവൽ മെയിൻ ഇവൻ്റ് റെസ്ലറാക്കി മാറ്റിയ സെർവ് സ്ട്രിക്ലാൻഡും വിൽ ഓസ്പ്രേയും തമ്മിലുള്ള മത്സരം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്തോ അത് ഈ ഒരു മത്സരത്തിലൂടെ കിട്ടി. പീക്ക് ലെവലിലായിരുന്നു. ഈ വിൽ ഓസ്പ്രേ വിജയിക്കുമോ എന്നുള്ള രീതിയിലേക്ക് ഒരു ചോദ്യചിഹ്നം സൃഷ്ടിക്കുന്ന പ്രകടനമായിരുന്നു സെർവ് സ്ട്രിക്ലാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഓൾ ഇൻ നടക്കാൻ പോകുന്നത് ഈ വിൽ ഓസ്പ്രേയുടെ ജന്മനാട്ടിൽ ഇംഗ്ലണ്ട്, ലണ്ടൻ അവരെ ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ വിൽ ഓസ്പ്രയെ മെയിൻ ഇവൻറ്റിലേക്ക് ഓൾ ഇന്നിലേക്ക് പുഷ് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ടോണിഗാൻ്റെ മുന്നിലില്ല എന്നുള്ളത് കൊണ്ടാണ് വിൽ ഓസ്പ്രയെ വിജയിപ്പിച്ചത്. പക്ഷേ വെറുതെ വിജയിപ്പിച്ചതല്ല, ഡെത്ത് റൈഡേഴ്സിൻ്റെ മോട്ടിവേഷൻ കിട്ടിയിട്ട് വിൽ ഓസ്പ്രേ സെർവ് സ്ട്രിക്ലാൻഡിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലാണ് മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അവർ ആ ഒരു സ്റ്റോറി പറഞ്ഞു പോയിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. നിങ്ങൾ കാണേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു. ഫോർബിഡൻ ഡോർ ഗംഭീരമായിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ പറ്റുകയാണെങ്കിൽ TNA റെസ്ലിങ്ങിൻ്റെ സ്ലമവേഴ്സറി എന്ന് പറയുന്ന ഷോയുടെ ഒരു ഇത്തരത്തിൽ ചെറിയ ഒരു റിവ്യൂ പങ്കുവെക്കാൻ നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.